അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ കടം ചരിത്രത്തിൽ ആദ്യമായി $40 ട്രില്യൺ, അതായത് ഏകദേശം 3840 ലക്ഷം കോടി രൂപ എന്ന വൻ സംഖ്യ കടന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക നേരിടുന്ന ഈ പണപ്പെരുപ്പവും കടബാധ്യതയും ആഗോള സാമ്പത്തിക രംഗത്ത് വൻ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അനിയന്ത്രിതമായ കടമെടുപ്പുകളും വർദ്ധിച്ചു വരുന്ന ചെലവുകളുമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇത്തരമൊരു ഗർത്തത്തിലേക്ക് തള്ളിയിട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം $39 ട്രില്യൺ എത്തിയ ദേശീയ കടം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് $40 ട്രില്യൺ എന്ന അപായ സൂചിക തൊട്ടത്. മുൻപ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്താനെടുത്ത കൂറ്റൻ വായ്പകൾ മുതൽ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ വൻ നികുതി ഇളവുകൾ വരെ ഈ സ്ഥിതി രൂക്ഷമാക്കി. പ്രതിരോധ ചെലവുകൾ, സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം കൂടി സർക്കാർ പ്രതിവർഷം ചെലവാക്കുന്ന തുക രാജ്യത്തിന്റെ ആകെ നികുതി വരുമാനത്തെക്കാൾ വളരെ ഉയർന്ന നിലയിലാണ്. GDP-യുമായുള്ള കടത്തിന്റെ അനുപാതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോൾ സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ജീവിത ചെലവുകളെയും ഭവന വായ്പാ പലിശ നിരക്കുകളെയും ഇത് നേരിട്ട് ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ കടബാധ്യതയിലെ ഏറ്റവും അപകടകരമായ ഘടകം പുതിയ സാമ്പത്തിക വർഷത്തിൽ രാജ്യം എടുക്കാൻ പോകുന്ന കടത്തിന്റെ ഭൂരിഭാഗവും എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ്. ഈ വർഷം അമേരിക്കൻ സർക്കാർ $2 ട്രില്യൺ പുതിയ കടമെടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ ആ തുകയുടെ പകുതിയോളവും പുതിയ വികസന പദ്ധതികൾക്കോ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് മുൻപെടുത്ത കൂറ്റൻ കടങ്ങളുടെ പലിശ അടച്ചു തീർക്കാൻ മാത്രമാണ് ഈ തുക വിനിയോഗിക്കുന്നത്. ഒരു വ്യക്തി പഴയ വായ്പയുടെ പലിശ അടയ്ക്കാൻ പുതിയ വായ്പ എടുക്കുന്ന അതേ അപകടകരമായ വിഷചക്രത്തിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അകപ്പെട്ടിരിക്കുന്നത്. US ട്രഷറി ബോണ്ടുകളുടെ പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ ഓരോ വർഷവും പലിശ ഇനത്തിൽ മാത്രം അടയ്ക്കേണ്ടി വരുന്ന തുക പ്രതിരോധ ബജറ്റിനേക്കാൾ ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുവരുന്ന യുദ്ധ സാഹചര്യങ്ങൾ അമേരിക്കൻ ഖജനാവിന് വൻ പ്രഹരമേൽപ്പിച്ചത്. ഇറാനെതിരായ സൈനിക നടപടികളും പശ്ചിമേഷ്യയിൽ നീണ്ടുനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും കാരണം പ്രതിരോധ ചെലവുകൾ അമേരിക്കയ്ക്ക് വിചാരിച്ചതിലും ഇരട്ടിയായി ഉയർത്തേണ്ടി വന്നു. ഇതിനു പുറമെ യുദ്ധം മൂലം ഊർജ്ജ വിപണിയിലുണ്ടായ അനിശ്ചിതത്വവും ഇന്ധനവില വർധനവും അമേരിക്കയിലെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയെയും നികുതി വരുമാനത്തെയും സാരമായി ബാധിച്ചു. സർക്കാരിന് വരുമാനം കൂട്ടാനായി മുൻപ് കൊണ്ടുവന്ന വൻ ഇറക്കുമതി തീരുവകൾ സാമ്പത്തിക ആശ്വാസം നൽകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അമേരിക്കൻ സുപ്രീം കോടതി ചില പ്രധാന തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ച് റദ്ദാക്കിയതോടെ കമ്പനികളിൽ നിന്ന് പിരിച്ചെടുത്ത $160 ബില്യൺ തുക തിരിച്ചു കൊടുക്കേണ്ടി വന്നത് ട്രഷറിക്ക് ഇരട്ടടിയായി മാറി. കടബാധ്യത കുറയ്ക്കാനും സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുമായി വിഭാവനം ചെയ്ത പദ്ധതികളും പ്രതീക്ഷിച്ച ബലം കണ്ടില്ല. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സംവിധാനം സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പ്രധാന വാഗ്ദാനമായിരുന്നു. $1 നിന്ന് $2 ട്രില്യൺ വരെ സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കി ട്രഷറിക്ക് ലാഭിച്ച് നൽകുമെന്നായിരുന്നു ആഹ്വാനം. എന്നാൽ ഈ ആഗ്രഹം കടലാസിൽ മാത്രം ഒതുങ്ങി. വലിയ വെട്ടിച്ചുരുക്കലുകൾക്ക് ശേഷവും വെറും $200 ബില്യൺ സാമ്പത്തിക ലാഭം മാത്രമാണ് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നത് വിലയിരുത്തപ്പെടുന്നു. ഇതിൽ പോലും കൃത്യമായ സുതാര്യതയില്ലെന്നും മുൻകാലങ്ങളിൽ റദ്ദാക്കപ്പെട്ട കരാറുകൾ പോലും സ്വന്തം കണക്കിൽ ഉൾപ്പെടുത്തിയാണെന്നും ചൂണ്ടിക്കാട്ടി ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസ് അന്വേഷണവും അതൃപ്തിയും രേഖപ്പെടുത്തി. ജീവനക്കാരെ പിരിച്ചുവിട്ടും പല ഏജൻസികളുടെയും ചെലവുകൾ വെട്ടിക്കുറച്ചും നടത്തിയ പരീക്ഷണങ്ങൾ ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ബാധിച്ചതല്ലാതെ കടബാധ്യതയ്ക്ക് ശാശ്വത പരിഹാരമായില്ല. മുൻപ് പ്രതിരോധിച്ച നിലപാടുകളിൽ നിന്ന് മാറി രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പാളിപ്പോയതായി അധികൃതർക്ക് തന്നെ സമ്മതിക്കേണ്ടിയും വന്നു. ട്രംപ് ഭരണകൂടം അധികാരമേൽക്കുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 6% മുകളിലായിരുന്ന ധനക്കമ്മി 2028 3% താഴ്ത്തുമെന്നായിരുന്നു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ ഉറപ്പ്. എന്നാൽ സമീപകാല അഭിമുഖങ്ങളിൽ കാര്യങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുമെന്നാണ് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചത്. ഇറാൻ യുദ്ധത്തിലെ സൈനിക ചെലവുകൾ, സുപ്രീം കോടതി വിധിയെ തുടർന്ന് തീരുവകൾ തിരികെ നൽകേണ്ടി വന്നത്, വ്യവസായ മേഖലയ്ക്ക് നൽകിയ തദ്ദേശീയ നികുതി ഇളവുകൾ എന്നിവ ധനക്കമ്മി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വൻ തടസ്സമായി മാറിയെന്ന് ബെസന്റ് ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാണ മേഖലയ്ക്കും ഡേറ്റാ സെന്ററുകൾക്കും നൽകിയ പെട്ടെന്നുള്ള നികുതി ഇളവുകൾ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി വരുമാനത്തിൽ പെട്ടെന്ന് ഇടിവുണ്ടാക്കുകയും ചെയ്തു. കടം വാങ്ങി കടം വീട്ടുന്ന അമേരിക്കൻ രീതി ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്നത് ആഗോള സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കിടയിൽ വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ലോകരാജ്യങ്ങൾക്കും ഡോളറിനെ അടിസ്ഥാനമാക്കി വ്യാപാരം നടത്തുന്ന ആഗോള വിപണികൾക്കും ഈ കടപ്പെരുപ്പം വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. വരും മാസങ്ങളിൽ നിയമപരമായ വായ്പാ പരിധിയായ $41.1 ട്രില്യൺ അമേരിക്കൻ കടം എത്തിച്ചേരുമ്പോൾ അമേരിക്കൻ കോൺഗ്രസിന് വീണ്ടും വായ്പാ പരിധി ഉയർത്തേണ്ടി വരും. സ്വതന്ത്ര വിപണിയും സാമ്പത്തിക മേധാവിത്വവും അവകാശപ്പെടുന്ന ഒരു മഹാരാജ്യം സ്വന്തം സാമ്പത്തിക വീഴ്ചകളിൽ നിന്ന് കരകയറാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ പ്രതിഫലിക്കുന്ന വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.